ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം. സ്കൂൾ കുപ്പായങ്ങളുടെ ജീവിതയാത്ര എങ്ങനെയാണ്? സ്കൂൾ കുപ്പായങ്ങളായതുകൊണ്ട് അവ ഉപയോഗിക്കുന്നത് സ്കൂൾ കുട്ടികളാണ്. അവരുടെ ഉപയോഗത്തിൽ അതിൽ അഴുക്ക് പുരണ്ട് അവ മുഷിഞ്ഞു പോകും. അപ്പോൾ അലക്കുകല്ലിലോ വാഷിംഗ് മെഷീനിലോ അവ വൃത്തിയാക്കപ്പെടും. വീണ്ടും ഉടമസ്ഥരായ ആ കുട്ടികൾ തന്നെ അവ ഉപയോഗിക്കും. വീണ്ടും അവയിൽ അഴുക്കുപറ്റും, വീണ്ടും വൃത്തിയാക്കപ്പെടും. ഇങ്ങനെ അഴുക്കുപറ്റലും വൃത്തിയാക്കപ്പെടലും ഇടകലർന്ന ഒരു ജീവിതയാത്രയിലൂടെ ആ വസ്ത്രങ്ങൾ കടന്നു പോകും. വിരസമായ ഈ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ആ വസ്ത്രങ്ങളിൽ കീറലുകൾ പ്രത്യക്ഷപ്പെട്ട് നിറം മങ്ങി ഉപയോഗശൂന്യമായി അവ ഉപേക്ഷിക്കപ്പെടും. എന്നാൽ ഇങ്ങനെ വൃത്തിയാക്കപ്പെടലും അഴുക്കുപറ്റലും എന്നുള്ള ആ ഒരു ജീവിത ക്രമത്തിന് വിരുദ്ധമായി, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് വിരുദ്ധമായി, എപ്പോഴും ആദ്യം വാങ്ങിയ അതേ രീതിയിൽ അഴുക്കുപറ്റാതെ വൃത്തിയാക്കപ്പെടാതെ അതേ രീതിയിൽ സൂക്ഷിക്കപ്പെടാൻ അവയ്ക്ക് ഒരു ഭാഗ്യം ലഭിച്ചാലോ? വാസ്തവത്തിൽ അങ്ങനെ ഭാഗ്യം ലഭിച്ച വസ്ത്രങ്ങളെ നോക്കി മറ്റു വസ്ത്രങ്ങൾ അസൂയപ്പെടും. എന്നാൽ അങ്ങനെ ഭാഗ്യം ലഭിച്ച കുറച്ച് സ്കൂൾ കുപ്പായങ്ങളുണ്ട്. കുറ്റിയാടി ഐഡിയൽ പബ്ലിക് സ്കൂളിലെ ഒരു പറ്റം വിദ്യാർത്ഥികളുടെ കുപ്പായങ്ങളാണവ. മുഖ്യമന്ത്രിയോടുള്ള ആരാധന മൂത്ത് മാതാപിതാക്കളുടെ കൂടെ സെക്രട്ടേറിയറ്റിൽ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അവർക്ക് സമ്മാനമായി അവരുടെ വസ്ത്രങ്ങളിൽ ചാർത്തി കിട്ടിയത് മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പാണ്. ആ കയ്യൊപ്പ് ജീവിതത്തിൽ എന്തിനേക്കാളും വില പിടിച്ചതായിട്ട്, അമൂല്യമായിട്ട് അവർ കരുതുന്നു. അതുകൊണ്ട് അവർ ഇനി ആ വസ്ത്രങ്ങൾ കഴുകുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ആ വസ്ത്രങ്ങൾ അതേപടി അമൂല്യമായി ഒരു സ്മാരകം പോലെ സൂക്ഷിച്ചു വയ്ക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ സ്കൂൾ കുട്ടികളിൽ പോലും പുതിയ മുഖ്യമന്ത്രിക്ക് എന്തുമാത്രം സ്വീകാര്യതയുണ്ട്, എന്തുമാത്രം പോപ്പുലാരിറ്റി ഉണ്ട് എന്ന് വെളിവാക്കുന്നതാണ് ഈ സംഭവം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.